ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. വലിയ നോമ്പിൻ്റെ 2025 രണ്ടാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും എല്ലാ ഇന്ദ്രിയങ്ങളും വളരെ വിശേഷപ്പെട്ടതാണ് എങ്കിൽ തന്നെയും നാവ് എന്ന് പറയുന്നത് നമുക്ക് രുചി പകരുന്ന ഒന്നാണ്. പ്രാർത്ഥനയുടെ ആയുധമാണ്. ആയതുകൊണ്ട് തന്നെ വിലകെട്ടവ പറയാതിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. യാക്കോബ് ശ്ലീഹയുടെ പുസ്തകം 3-ാം അധ്യായം 2-ാം തിരുവചനം നമുക്ക് ചേർന്ന് വായിക്കാം. നാം എല്ലാവരും പലവിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരാത്ത ഏവനും പൂർണ്ണനാണ്. സ്വർഗത്തിൻ്റെ കിളിവാതിൽ തുറക്കാൻ പ്രാർത്ഥനയാണ് ആയുധം. അതുകൊണ്ട് നാവാണ് പ്രാർത്ഥിക്കുവാനുള്ള ആയുധം. ആയതുകൊണ്ട് സഹോദര സഹോദരി, നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി എത്ര വില കൂടിയ മൂർച്ചയേറിയ ആയുധം വാങ്ങിയാലും കല്ലേലിട്ട് വെട്ടിയാൽ പിന്നീട് നമ്മൾ കറിക്കരിഞ്ഞാലും നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അതിൻ്റെ മൂർച്ച കെട്ടുപോകും. ആയതുകൊണ്ട് തന്നെ സഹോദര സഹോദരി, നാവ് വിലകെട്ടത് പറയാതിരിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം തേടാം. തിരുരക്തത്താൽ നാവ് കഴുകപ്പെടാൻ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പുത്തൂർക്കുടലിൽ ജയ്മോനച്ചൻ.